കൊറോണയുടെ സമയത്തൊക്കെ കുറേ പേര് കോഴി വളർത്തലേക്ക് വന്നിരുന്നു. വേറെ പണിയൊന്നും ഇല്ലാണ്ടായിപ്പോൾ. ഇപ്പോൾ വീണ്ടും അവരവരുടെ ജോലി വന്നപ്പോൾ എല്ലാവരും കോഴി വളർത്തലിൽ നിന്നൊക്കെ വിട്ട് പോയേക്കാണ്, കോഴി കാടയിൽ നിന്നൊക്കെ. ഹലോ, നമസ്കാരം. അക്കൗണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയതായിട്ട് കോഴി ഷെഡ് പണിയുന്നവർക്കും, അല്ലെങ്കിൽ കോഴി ഷെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാം ഷെഡ് പണിയുന്നവർക്കൊക്കെ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നല്ല, നമ്മൾ ഒരു 4 വർഷം മുമ്പാണ് ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റണമെന്ന് അറിയില്ല, അവിടെ കാണുന്ന ഷെഡ് നമ്മൾ പണിതത്. പിന്നെ അതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ മെഷും കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട്. കാരണം അന്നത്തെ വീഡിയോയിൽ തന്നെ പലരും പറഞ്ഞിരുന്നു ഇതിന്റെയൊക്കെ അപ്ഡേറ്റ് അറിയിക്കണം, എത്ര കാലം നിൽക്കും, ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ടാണ് ഈ വീഡിയോ. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ. ഇത് ഇവിടെ നമുക്ക് പുറത്തുനിന്ന് തന്നെ തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ പുറം കാണാൻ പറ്റില്ലല്ലോ. ആദ്യം ഞാൻ ഉള്ളിലത്തെ ഷെഡ് പണിതതിന് ശേഷം ആദ്യം ഇവിടെ താറാവിന് ഇട്ടിരുന്നു. താറാവിന് ഇടാൻ നേരത്ത് ഞാനിവിടെ ഇതേപോലെയുള്ള നൈലോണിൻ്റെ നെറ്റ് മേടിച്ചിട്ട് ഇവിടെ ചുറ്റും കെട്ടിയിരുന്നു. കാരണം താറാവും കോഴി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇത് പുറത്ത് പോകാണ്ടിരിക്കാനായിട്ട്, അതായത് നമ്മുടെ ഏരിയ വിട്ട് അടുത്തുള്ള പറമ്പുകളിലേക്ക് പോകാതിരിക്കാനായിട്ട് ഇവിടെ ചുറ്റും ഇങ്ങനെ നൈലോൺ നെറ്റ് അടിച്ചിട്ട്, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു കെട്ടിയിരുന്നത്. അപ്പോൾ താറാവുകളും കോഴികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഓടി നടക്കും. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് ഡോഗ്സൊക്കെ പുറത്തായിരുന്നു. ഇവിടെ ആയിരുന്നു ഹണി, ജോൺ, അവിടെ അങ്ങനെ എല്ലാവരും പുറത്തായിരുന്നു, ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കോഴികളും താറാവും മാത്രമുള്ളതുകൊണ്ട് തന്നെ കോഴികളെ സംബന്ധിച്ച് അവർ പുറത്തേക്കൊന്നും പോവില്ലായിരുന്നു. പക്ഷേ രാത്രി സമയത്ത് കോഴികളൊക്കെ ഷെഡിൻ്റെ ഉള്ളിൽ കയറിയേക്കുന്ന സമയത്ത് കുറുക്കന്മാരും തുരപ്പന്മാരും ഇവരൊക്കെ വന്ന് ഈ നെറ്റ് ഇവിടെ കട്ട് ചെയ്ത്, അതായത് ഇതേപോലെ നെറ്റ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കണ പോലെ കുരുകുരാന്ന് നിറയെ കട്ട് ചെയ്യും. അവിടെയൊക്കെ കട്ട് ചെയ്ത് കുറുക്കന്മാരൊക്കെ വലിച്ചു കീറും. നമ്മൾ നേരം വെളുത്ത് വന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കും പലയിടത്തും കിടക്കണ്ടാവുക. കട്ട് ചെയ്തിട്ടുള്ള പീസ് പോലും അവിടെ ഉണ്ടാവില്ല, അതൊക്കെ അവർ വലിച്ചു എവിടെയും കൊണ്ടുപോയി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് പിന്നെ കോഴികളെ അഴിച്ചിടാൻ പറ്റാണ്ടായി, താറാവിനെ അഴിച്ചിടാൻ പറ്റാണ്ടായി. കാരണം ഇവർ ആ ഓട്ടക്കോടെ ചാടിപ്പോവും. അപ്പോൾ അങ്ങനെയായി തുടങ്ങിയപ്പോൾ ആണ് ഞാൻ ഈ ഡോഗ്സിൻ്റെ കാര്യങ്ങൾ കൂടൊക്കെ ഉള്ളിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഡോഗ്സിൻ്റെ കൂടൊക്കെ ഉള്ളിലേക്ക് ആക്കി അതിന് ശേഷം ഞാനിവിടെ മെഷ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ 4 അടി ഹൈറ്റിൽ മെഷ് ചുറ്റും നമ്മൾ വലയിട്ടുണ്ടായ ഏരിയയിൽ മൊത്തം ഇപ്പോൾ മെഷ് സെറ്റ് ചെയ്തേക്കാണ്. ഇതിപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷം, മാർച്ചിലാണ് സെറ്റ് ചെയ്തത്. ഫെബ്രുവരി സംതിങ് ആണ് സെറ്റ് ചെയ്തത് 2021. അപ്പോൾ ഇപ്പോൾ അത് 2 വർഷം ആവാൻ പോണ്. അപ്പോൾ ഇപ്പോഴും പറയുന്നത്, ഞാൻ മെഷ് സെറ്റ് ചെയ്തപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത് ചൂളക്കഴയാണ്. എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മ കിട്ടണല്ലേ, ഇത്ര നാളായില്ലേ. എന്തായാലും ചൂളക്കഴ ഫെയിലിയർ ആയിരുന്നു. ചൂളക്കഴ പല സൈഡിലായിട്ട് ഇതേ ചെതൽ പിടിച്ച്, അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് നമ്മൾ എന്താ പറയുക, ഈ കരിയോയിലോ അങ്ങനെയൊക്കെ അടിച്ച് നമ്മൾ സെറ്റ് ചെയ്യണമായിരുന്നു. നമ്മൾ അതൊന്നും ചെയ്തിട്ടുണ്ടായില്ല. നോർമൽ കൊണ്ട് അടിയിൽ പ്ലാസ്റ്റിക് കവർ ചുറ്റിയിട്ട് കോൺക്രീറ്റിൽ ഉറപ്പിക്കുക ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എന്തായാലും ചൂളക്കഴയൊക്കെ എല്ലാം ചെതൽ പിടിച്ചു, തുരുമ്പ് പിടിച്ചെന്ന വയൽ വന്ന് ഒക്കെ ചെതൽ പിടിച്ച് ഇതേപോലെ പൊടിഞ്ഞ് ഇങ്ങനെ പോവായിരുന്നു. കുറേ ഞാനിപ്പോൾ ഇടയിൽ അവിടെയൊക്കെ ഓരോ ചൂളക്കഴ മാറ്റി പുതിയതിട്ടിട്ടുണ്ട്. എന്നാലും അതിൻ്റെ മെയിൻ സ്ട്രോങ് ആയിട്ട് പോയി. ഇത് കണ്ടോ, മൊത്തം ചെതലായിട്ട് പോയി. ഇതിൻ്റെ ഇടയിൽ ഞാൻ മുളയുടെ കാലുകൾ യൂസ് ചെയ്തിരുന്നു. മുളങ്കാല് ഇതിന് മുമ്പേ പോയി. മുളയിനേക്കാൾ ഇത്തിരി സ്ട്രോങ് എന്തായാലും ചൂള തന്നെയാണ്. കാരണം മുള കുഴിച്ചിട്ട സ്ഥലത്ത് എവിടെയും ഇപ്പോൾ മുളയില്ല, എല്ലാം ഞാൻ റീപ്ലേസ് ചെയ്ത് ഈ ചൂളക്കഴനെ വീണ്ടും കൊണ്ട് കുഴിച്ചിട്ടു. അപ്പോൾ എന്തായാലും ചിലവ് വന്നിട്ടുണ്ട്. അന്ന് ഒരു ചൂളക്കഴയ്ക്ക് 100 രൂപ, 110 രൂപ വില വന്നിട്ടുണ്ടായിരുന്നു. മൊത്തം 45-46 ചൂളക്കഴ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ചൂളക്കഴ അപ്പാടെ പോയിട്ടുണ്ട്. അപ്പം ഇനി വീണ്ടും ഞാനിത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഒന്നില്ലെങ്കിൽ ചൂളക്കഴനെ വീണ്ടും ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ വെൽഡ് ചെയ്ത് പൈപ്പിട്ട് വെൽഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. എന്നാലാണിത് ഇനി മുന്നോട്ട് അധികം നാളത്തേക്കൊന്നും ഉണ്ടാവില്ല. അതിന് മുമ്പ് ഇത് വീഴും. അവിടെയൊക്കെ വീണ് തുടങ്ങി, വലിച്ചൊക്കെ കിട്ടിയേക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെഷ് കേട്ടോ, ഇവിടുത്തെ മെഷ് എനിക്ക് തന്നിട്ടുണ്ടായത് നമ്മുടെ ഫ്രീഡം പോൾട്രി കേജസിലെ രഞ്ജിത്തേട്ടനായിരുന്നു. ഫാം ടെക് മീഡിയ യൂട്യൂബ് ചാനലൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ചേട്ടനാണ് ഇതെനിക്ക് ഈ മെഷ് അറേഞ്ച് ചെയ്ത് തന്നത്. ജസ്റ്റ് പ്രൈമർ അടിച്ച് തന്നിട്ടുണ്ടായ മെഷാണ്. ഞാൻ വേറെ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഇത്ര നാളായിട്ട് ഇതുമ്പോൾ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെയൊക്കെ ജസ്റ്റ് പറയത്തക്ക, അവിടെയൊക്കെ ഓരോ കമ്പികളുമൊക്കെ കാണാം ചെറിയ തുരുമ്പ്, അല്ലാതെ അങ്ങനെ നശിക്കുന്ന രീതിയിലുള്ള ഒരു തുരുമ്പും ഇവിടെ കണ്ടോ. ഇതേപോലെ എനിക്ക് തോന്നുന്നു ഈ ഇടയിലുള്ള ഏതോ കമ്പികൾ മാറി വന്നേക്കണമെന്ന് തോന്നുന്നു. ചില കമ്പികൾ അവിടെയൊക്കെ മാത്രമേ ഉള്ളൂ, എല്ലാവിടും ഇല്ല. 5-6 സ്ഥലത്താണ് ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ. അതത്രയും എനിക്ക് തോന്നുന്നു വെള്ളം ഊർന്നു വരുന്ന സ്ഥലമായതുകൊണ്ടോ എന്തെന്നറിയില്ല. എന്തായാലും അത് മാത്രമാണ് തുരുമ്പ് പിടിച്ച് കണ്ടിട്ടുള്ളൂ. തുരുമ്പെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കളർ ചേഞ്ച് മാത്രം വന്ന് കണ്ടുള്ളൂ. ബാക്കി എല്ലാവിടെയും മെഷ് ഇപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നിൽക്കേണ്ടത്. 8 ഗേജിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു മെഷ്, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. എന്തായാലും സൂപ്പർ ക്വാളിറ്റി മെഷ്, എന്തായാലും അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ടാറ്റയുടെ മെഷൊന്നല്ല, നോർമൽ മെഷാണെന്നാണ് അന്ന് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം വില കുറഞ്ഞ മെഷാണെന്ന് ഞാൻ മേടിച്ചത്. എന്തായാലും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറാണ്.
അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷെഡിൻ്റെ കുറിച്ച് ഈ പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇനി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഞാൻ മുമ്പ് വളർത്തിയിരുന്നത് താറാവിനെയും കോഴീനെയായിരുന്നു. അതിനുശേഷം ഞാനത് മാറ്റി താറാവിനെ ആക്കിയിരുന്നു, അല്ല കോഴീനെ മാത്രം ആക്കിയിരുന്നു, പിന്നെ താറാവിനെ മാത്രം ആക്കിയിരുന്നു. പിന്നെ കുറേ നാളത്തേക്ക് കോഴികൾ തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ട്രിപ്പ് ബാച്ച് മാറിയതിന് ശേഷം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പോൾ വീണ്ടും ഞാൻ കോഴികളെ ഇറക്കി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 2 പുള്ളികളെ കിട്ടിയിട്ടുണ്ട്. പൂവന്മാർ നമ്മുടെ പഴയ പൂവന്മാർ തന്നെ, പണ്ടുള്ള പൂവന്മാർ തന്നെ ഇവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവരെ ഞാൻ കീപ്പ് ചെയ്യേണ്ടായിരുന്നു. ബാക്കി പെടകളൊക്കെ എല്ലാവരും ഇവിടെ ഞാൻ ഇതുവരെയായിട്ടും ഒരു ബിസിനസ് എന്നോണം ഒരു ഫാമിങ് ഇവിടെ എൻ്റെ ഈ വീട്ടിൽ ചെയ്തിട്ടില്ല. എല്ലാം മീൻസ് അതുപോലെ നമ്മൾ കോഴീനെ വളർത്തി ഒരു 50 ഇവിടെ തന്നെ കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു 50 കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ആർക്കെങ്കിലും അതിന് അർഹതപ്പെട്ട ഒരാളുണ്ടെന്ന് തോന്നുമ്പോൾ അവർക്ക് കൊടുക്കുകയും ചെയ്യാറ്. കാരണം അവർക്ക് അതുകൊണ്ട് അവരുടെ ഒരു എന്താ പറയുക, അവർക്കൊരു അവിടെ ഒരു ഉപകാരം ഉണ്ടാവുന്നത് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പി അല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്താണ് ഞാൻ പോവാറ്. ഞാനും അതിൽ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത്രയും നാൾ അങ്ങനെ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ഗൾഫിലത്തെ ജോലി കളഞ്ഞ് ഇവിടെ വന്ന് ഇത്രയും നാൾ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കോഴികളെ ഇറക്കുന്നത് ഇനി തുടങ്ങി എന്തെങ്കിലും നമ്മൾ വീട്ടിലേക്ക് മുട്ടയായിട്ടോ, അല്ലെങ്കിൽ മുമ്പൊന്നും കോഴിനെ വളർത്തുമ്പോൾ ഞാൻ വീട്ടിലേക്കൊന്നും മുട്ട എടുക്കാറില്ല. വല്ലപ്പോഴും വൈഫ് ഇവിടുന്ന് ഒച്ച എടുക്കുമ്പോൾ ചിലപ്പോൾ 1-2 എടുക്കും. ബാക്കി എല്ലാം ഞാൻ വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കലായിരുന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു ഹരം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അപ്പം അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് നോക്കണം വളർത്താൻ പറ്റുമെന്ന്. ഇനിയിപ്പോൾ എല്ലാവരും പോയ സ്ഥിതിക്ക് ഇനി വീണ്ടും ആദ്യം കൂടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറേ കുഞ്ഞുങ്ങളൊക്കെ ചത്തു. എപ്പോഴും ഉണ്ടാവുന്നത് അതാണ്. കോഴികൾ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് വളർത്തുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടേക്കുന്നത് കുറേ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. എത്രന്തോരം എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ കൊണ്ടുവന്നാലും കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. അത് കഴിഞ്ഞ് വീണ്ടും അതിനൊക്കെ ഒന്ന് പിടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് കുറേ കോഴികളുണ്ടാവും. ഇവിടെ എനിക്ക് തോന്നുന്നു 180 കോഴീനെ വരെ ഞാൻ വളർത്തിയിട്ടുണ്ട്. പിന്നെ മുമ്പത്തെ താറാവിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടേക്കുന്നത് കണ്ടിട്ട് കുറേ പേരെ വിളിച്ചു നോക്കിയായിരുന്നു, താറാവൊക്കെ വലുതായോ മുട്ടയിട്ടോ എന്നൊക്കെ. ഒന്നിനും ഞാനിവിടെ നിർത്താറില്ല. മാക്സിമം ഞാൻ പറഞ്ഞില്ല, ഒരു ബിസിനസ്സായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 3 മാസം 4 മാസം ആകുമ്പോഴേക്കും അതിനെ പിടിച്ച് കൊടുത്ത് ഒഴിവാക്കിയേ ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഫാമിംഗ് സെറ്റപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഒരു ബിസിനസ്സിന് വേണ്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിസിനസ്സായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലുള്ള ഗ്രില്ലും ഇങ്ങനെ മെഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കും. എപ്പോഴും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു ഷെഡ് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ കോഴിനെ വളർത്താൻ പറ്റുമോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ തീറ്റയും കൊടുത്ത് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു മുട്ടയ്ക്ക് വിലയില്ലാത്ത മീൻസ് അത്യാവശ്യം വിലയുണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞ് അതിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് നമുക്ക് ഇത് എന്താ പറയുക കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെയൊക്കെ വില വരുമ്പോൾ നല്ല പൈസ വരും. ഈവൻ ഈ നമ്മുടെ നൈലോണിൻ്റെ നെറ്റായ പോലും നമ്മൾ പുതിയതൊക്കെ ഉപയോഗിക്കും. ഇതിൻ്റെ പഴയതൊക്കെ മേടിക്കാൻ കിട്ടും. ഇതൊക്കെ ഞാൻ പുതിയത് ഉപയോഗിച്ചാണ്. പുതിയതൊക്കെ ഉപയോഗിക്കുമ്പോൾ പൈസ വീണ്ടും കൂടി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കോഴി വളർത്തലൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോഴി വളർത്തലൊന്നും ആരുമില്ല. എല്ലാവരും കൊറോണയുടെ സമയത്തൊക്കെ കുറേ പേര് കോഴി വളർത്തലേക്ക് വന്നിരുന്നു. വേറെ പണിയൊന്നും ഇല്ലാണ്ടായിപ്പോൾ. ഇപ്പോൾ വീണ്ടും അവരവരുടെ ജോലി വന്നപ്പോൾ എല്ലാവരും കോഴി വളർത്തലിനൊക്കെ വിട്ട് പോയേക്കാണ്. കോഴി കാടയിൽ നിന്നൊക്കെ ഇനി വീണ്ടും ആൾക്കാരൊക്കെ പിടിച്ച് കൊണ്ടുവരണം. എല്ലാവരും വീട്ടിലും കുറച്ചെങ്കിലും കോഴിനൊക്കെ വളർത്തണം. എന്നാലും നമുക്ക് ആ ഒരു പഴമ നിലനിർത്താൻ പറ്റുള്ളൂ. ലാഭത്തിന് കേട്ടോ, നഷ്ടത്തിന് ആരും വളർത്താൻ ഞാൻ പറയില്ല. നിങ്ങൾ ലാഭത്തിന് വളർത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ കുറച്ച് കോഴിനെ വളർത്തും. കാണുമ്പോൾ രസമല്ലേ, എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയായിരിക്കില്ല. എൻ്റെയൊക്കെ മൈൻഡ് അങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് ഓടി കിടന്ന് രാവിലെ ഒരു കൊക്കരൊക്കെ വന്ന് കൂലൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്ത് രസമാണ് അല്ലടാ പോവാ. അപ്പോൾ എന്തായാലും ഇപ്പം എൻ്റെ കയ്യിൽ 4 കോഴി ഇവിടെ ഉള്ളൂ. അവിടെ 2 പുള്ളികളുണ്ട്. ഒരു പൂവൻ, കഴുത്തി പപ്പില്ലാത്ത പൂവൻ, ഒരു കഴുത്തി പപ്പുള്ള പൂവൻ. ഇവരെ അഴിച്ചു വിട്ടാൽ ഇവർ തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവനെ അഴിച്ചു വിടാതെ. ഒരാളിവിടെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട ഇടണുള്ളൂ ഇപ്പം. അപ്പോൾ ഇത് ഇവിടുത്തെ കാര്യം. ഇത് നമ്മുടെ ജോണിൻ്റെ കൂട് ചെറുതായിട്ടൊക്കെ തുരുമ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെ റീപെയിൻറ്റും ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ഫ്രീഡം പോൾട്രി കേജസ് അവിടെ നിന്ന് തന്നെ എടുത്താണ്ട് ഈ കൂടും. അപ്പോൾ ഇത് ചെറുതായിട്ട് തുരുമ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും സ്ട്രോങ് ആണ്, കുഴപ്പമൊന്നുമില്ല അല്ലേടാ. ഇതിൻ്റെ ഈ സാധനം വെൽഡിങ് വിട്ടുപോയി. നമ്മുടെ വേസ്റ്റ് പോണ ട്രേ അതിൻ്റെ വെൽഡിങ് കഴിഞ്ഞ ദിവസം ഒരു 3-4 ദിവസമായിട്ടുള്ളൂ ഒടിഞ്ഞ് വീണു അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കൂടിൻ്റെ അപ്ഡേറ്റ് പറയാനുള്ളത്. പിന്നെ കൂടിൻ്റെ ഉള്ളിലിട്ടേക്കുന്ന ഷീറ്റായാലും എല്ലാവരും നല്ല സ്ട്രോങ് ആണ്. ചില നേരത്തുണ്ടല്ലോ ഇവിടെ വല്ല കുറുക്കന്മാരൊക്കെ പുറത്ത് വരുമേ ചെക്ക, ഇവിടെ വല്ല കുറുക്കന്മാരൊക്കെ പുറത്ത് വരുമ്പോൾ ഇവൻ കിടന്ന് ചാടും. ഇവനങ്ങനെ കിടന്ന് ചാടന നേരത്ത് ഇതിൻ്റെ ഇടയിൽ ഇവരുടെ കാലിടയ്ക്ക് കയറി പോകുന്നുണ്ട്. കാലിടയിൽ പോയിട്ട് ഇവന് പൊന്തിക്കും. ഈ മെഷല്ലല്ലോ ഈ സാധനം ഉണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ പാത്തി ഇത് പൊന്തിപ്പോരും മുകളിലേക്ക്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വേറെ സംഭവം ഓക്കെയാണ്, വാഷ് ചെയ്യാനായാലും എല്ലാത്തിനും ഓക്കെയാണ്. പിന്നെ ഇവരിടുന്ന കാഷ്ടമുണ്ടല്ലോ അത് ചില നേരത്തിൻ്റെ ഉള്ളിൽ പോവാണ്ട് നിൽക്കും സ്ട്രോങ് ആയിട്ട്. അപ്പം അടിച്ച് പുറത്തേക്ക് തെറിപ്പിച്ച് അങ്ങനെയൊക്കെ കളയാറ്. അങ്ങനത്തെ ചില ഇതുകളുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റപ്പ് അടിപൊളി കൂടാണ്. തീറ്റയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഇവിടെ
ഇവിടെ പുറത്തുനിന്ന് ഇപ്പോൾ നമുക്ക് വീട്ടിലില്ലാത്തപ്പോൾ വേറെ ആർക്കെങ്കിലും തീറ്റ കൊടുക്കണമെങ്കിലും ഇവിടെയൊക്കെ വെച്ച് കൊടുക്കാം. എൻ്റെ പാത്രമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പം ഞാൻ അലുമിനിയത്തിൻ്റെ അങ്ങനത്തെ പാത്രത്തിലേക്ക് തീറ്റ കൊടുക്കണം. ഇതൊക്കെ തുടക്കത്തിൽ ഒരു കുറച്ച് ദിവസത്തേക്കുള്ളൂ നമ്മൾ അങ്ങനെ തീറ്റ കൊടുക്കലൊക്കെ. അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഉള്ളിൽ തീറ്റ വെച്ച് കൊടുക്കും. ഈ കൂട് ഞാൻ 10,000 രൂപയ്ക്ക് മേടിച്ചാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അഷ്ടമിത്ര വടമ സൈഡിൽ എവിടെയാണ് റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കാട്ടായിട്ട് അവിടെ നിന്ന് മേടിച്ചാണ്. ഇത് നല്ല സ്ട്രോങ് ഉണ്ടോ. കുറേ ദിവസത്തെ മഴയത്തും വെയിലത്തൊക്കെ ഇരുന്നിട്ട് പിന്നെ കാലം തുരുമ്പ് പിടിക്കാനൊന്നും ഇല്ല. ആൾ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. എത്ര ദിവസത്തേക്കെന്ന് അറിയില്ല, എന്തായാലും കൊള്ളാം, സൂപ്പറാണ്. പിന്നെ ഇതാണ് നമ്മുടെ പുള്ളികൾ. പോണു ഇതൊരാൾ ഡി പെണ്ണേ, അതൊരാള്. ഈ നമ്മുടെ മറ്റേ പൂവൻ. പൂവാ, ഈ പൂവൻ നിങ്ങൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പഴയ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല ഇവരൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഷെഡ്. ഇതാണ് നമ്മുടെ ഷെഡ്. ഈ ഷെഡ് പണിയുമ്പോൾ തുടങ്ങിയുള്ള സ്റ്റാർട്ടിങ് തുടങ്ങിയുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപോയിക്കുക, അറിയാൻ പറ്റും. ഇതിൻ്റെ ഓരോ കല്ലിൻ്റെ വില വരെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഷെഡ് ഇതുവരെയായിട്ടും ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്തി ഒന്നും തുരുമ്പ് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം ഒരു ലൈറ്റ് തണലുള്ള സ്ഥലത്താണ് ഞാൻ ഷെഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പിന്നിലൊരു മരം ഉണ്ടായിരുന്നു, ഒരു മാവ്, അത് വെട്ടിപ്പോയി. അതിന് ശേഷം അവിടെ ഇച്ചിരി വെയിലടിച്ച് തുടങ്ങി. എന്നാലും ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇവിടെ കാറ്റടി വരുമായിരുന്നു. അപ്പോൾ അതിന് ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കുറേ ചെളി പിടിച്ച് കഴിയുമ്പോൾ ഈ ഉള്ളിലാകെ ഇരുട്ടായപ്പോൾ അത് ഞാൻ അഴിച്ചു കളഞ്ഞ്. പിന്നെ മഴക്കാലത്ത് ഗ്രീൻ നെറ്റ് ആക്കിയിരുന്നു. ആ ഗ്രീൻ നെറ്റാണ് ഇപ്പോൾ ഈ കിടക്കണേ. ഇത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, മഴക്കാലത്ത് മാത്രം കാറ്റടി വരാണ്ടിരിക്കാനായിട്ട്. ഈ സൈഡിൽ നിന്നാണ് കാറ്റടി വരാം. അപ്പോൾ ആ കാറ്റടി വരാതിരിക്കാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന ഒരു ഷീറ്റുണ്ടോ. അതിപ്പോൾ പൊന്തിച്ച് വയ്ക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അങ്ങനെ കിടക്കണമെന്നുള്ളൂ. പിന്നെ മുകളിൽ ഇതേപോലെയുള്ള വല കെട്ടിയതിനുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാതിയുടെ ഇതിൻ്റെ ഒന്ന് ചവറ് വീണാൽ മുകളിൽ നിൽക്കാറില്ല, വീഴും. പക്ഷേ ഈ കണ്ട ഈ അടയ്ക്കാമരത്തിൻ്റെയൊക്കെ ഇങ്ങനത്തെ പട്ട വീണ് അവിടെ തങ്ങി നിൽക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കളയണം, അല്ലെങ്കിൽ അവിടെ വെച്ച് ഇങ്ങനെ തൂങ്ങി വരും. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ആയി തോന്നും. ഇനി ഷെഡിലേക്ക് വരാം. ഷെഡിൻ്റെ പണിത കോസ്റ്റൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 75,000-80,000 രൂപ ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷെഡ് ഇതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് 240 അത്രയാണ് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ സൈസ്. ഉള്ളിലത്തെ 250 തോന്നും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പാമ്പൊന്നും കയറാതിരിക്കാനായിട്ട് നല്ല ചെറിയ മെഷാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഈ മെഷ് ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു. ഈ മെഷ് ഇപ്പോൾ എടാ ഒന്നും മിണ്ടാണ്ടിരിക്കടാ, അറിയോ. ഈ മെഷ് കണ്ടോ, ഇവിടെയൊക്കെ തുരുമ്പ് പിടിച്ചതേ മൊത്തം പോയി. ഈ സൈഡിലൊന്നും മെഷ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവനെപ്പോഴും ഈ വായ വെച്ചിട്ട് മിണ്ടാണ്ടിക്കടാ ഇവിടെ ഒന്ന് കുരയ്ക്കും. അപ്പോൾ ഇവൻ്റെ വായയിലെ വെള്ളം ഇവിടെയൊക്കെ തെറിക്കും. അങ്ങനത്തെ ഏരിയയിലൊക്കെ ഇവിടെ ദേ മെഷ് മൊത്തം തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട്. ആ ഏരിയ ഇവൻ നക്കേ അങ്ങനത്തെയൊക്കെ ചെയ്യണം. നോക്കി കമ്പിയുടെ ഒക്കെ വെള്ളം നോക്കി ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാത്ത സൈഡിൽ ഈ മിണ്ടാണ്ടൊക്കെ എടാ ഒന്നും മിണ്ടാണ്ട്. ഇവരെ ഭക്ഷണത്തിൻ്റെ സമയമായിട്ടോ, അതിന് ഇവർ ഈ കുര ഒടുങ്ങിയേക്കുന്നത്. ഇതൊക്കെ 2 പ്രാവശ്യം നമ്മൾ പ്രൈമറും പെയിന്റും ഒക്കെ അടിച്ച സാധനമാണ്. ഇതൊക്കെ പക്ഷെ തുരുമ്പ് പിടിച്ച് പോയി. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ മെഷ് യൂസ് ചെയ്യണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള മെഷ്, അതായത് ഇത്തിരി കൂടിയും ഗേജൊക്കെ കൂടിയ മെഷ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം കോഴീനെ വളർത്തണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, പട്ടീനെയോ അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റുള്ള എന്തെങ്കിലും സാധനത്തിന് ഇടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി സ്ട്രോങ് നന്നായിരിക്കും. എടാ മിണ്ടല്ലേ, അതെ അപ്പി ഇട്ടിട്ടുണ്ട് അപ്പിക്കും. അപ്പം ഇത് നമ്മുടെ റിയോ, ഇത് ഹണീനെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും. എടാ മിണ്ടല്ലേന്ന്. റിയോ നമ്മുടെ പുതിയ എടാ. അപ്പൊ ഇവര് അഴിച്ചുവിടാണ് വെയിറ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ ബിങ്കോ കുട്ടൻ. ഇനി ഒന്നും പറഞ്ഞ കേൾക്കില്ല. അപ്പൊ എന്തായാലും ഉള്ളിൽ എടാ ഒന്നും മിണ്ടല്ലേ. ഉള്ളിൽ ഞാൻ കോഴികൾ ഇടാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത്. പിന്നെ ഡോഗ്സിനാക്കി. മുമ്പിൽ താറാവായിരുന്നു, എല്ലാത്തിനും മാറ്റി ഷെഡിൽ ഇട്ടിട്ടുണ്ടോ. ഒന്നിനും ഒരു കുഴപ്പമില്ല. ഡോറുകൾ ഞാൻ അതിനനുസരിച്ച് മാറ്റും. കോഴികൾ ഇടുമ്പോൾ ഈ സാധനം ഒഴിവാക്കും. പട്ടീനെ ഇടുമ്പോൾ ഇതേപോലത്തെ വെള്ളം വെച്ചെടുക്കാനുള്ള സെറ്റപ്പ് അങ്ങനെ ചെയ്ത് കൊടുക്കും. അങ്ങനെ മാറിയാണ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ വേറൊരു കോഴിയുടെ കൂട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതിന് വേണ്ടിയാണെന്ന് ഇങ്ങനെ ഇഷ്ടിയൊക്കെ വെച്ച് കെട്ടിയത്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ ഒഴിവാക്കി. അപ്പം എന്തായാലും ഇവിടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇനി ഇത് നമുക്ക് കോഴികൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ അടുത്തോടെ ലൈറ്റ് പോയി നോക്കും. അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളെ നാളെയോ ഞാൻ പോയി കൊണ്ടുവരണം. നല്ല നാടൻ കോഴികളെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ പറയാം അതിന് മുമ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഷെഡ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പുറത്ത് ഉപയോഗിച്ചാൽ മെഷീൻ ഉപയോഗിച്ചേക്കണം. ഇതുമ്പോൾ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഈ വെള്ളമാവുന്ന സ്ഥലത്തൊക്കെ തുരുമ്പ് വരുന്നുണ്ട്. ഇവിടെ കാറ്റടി വരുന്ന സ്ഥലമാണ്.
ഇത് കണ്ടോ, ഇതിപ്പോൾ ഞങ്ങളുടെ പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് ഇവിടെ കാറ്റടി വരും. അപ്പോൾ ഇവിടെയൊക്കെ അതേ തുരുമ്പ് വന്നു, നമ്മുടെ വയറെ മാറിക്ക് ഇവിടെയൊക്കെ അതേ മെഷ് നന്നായിട്ട് തുരുമ്പിടിച്ച് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം കൊണ്ട് ഈ മെഷ് ഈ പരുവായിട്ടുണ്ട്. ഏകദേശം 1 വർഷം കൂടി നിൽക്കും. 1 വർഷത്തിൽ കൂടുതൽ ഈ മെഷീൻ നിൽക്കാൻ ചാൻസ് ഇല്ല. ഈ ഇങ്ങനെ ഡോഗ്സ് അങ്ങനെയൊക്കെ ആണെങ്കിലാണെങ്കിൽ ഇപ്പോൾ വരാം. ഓക്കെ, ഇപ്പോൾ വരാമെന്ന് ഇവിടുത്തെ നമ്മുടെ ഷെഡിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനി വേറെ എന്തിട്ടാ എനിക്ക് പറയണ്ടതെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇനി ഇതിലെന്തിട്ട് സംശയം ഉണ്ടാവാമെന്ന്. ഷെഡിൻ്റെ കാലുകൾ കൂടെ കോൺക്രീറ്റിലായിരുന്നു ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടായത്. അതിപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ അത്ര തന്നെ നല്ല രസമല്ല സൂര്യപ്രകാശം വരുമ്പോൾ നമ്മുടെ ഷെഡാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു കോഴി ഷെഡെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു ഫാം ഷെഡ്, നമുക്ക് എല്ലാ തരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഷെഡ്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശം. ഇവിടെ ഇഷ്ടിക ഇത്ര ഹൈറ്റ് കെട്ടിയിട്ടുണ്ടായത് പുറത്തുനിന്ന് കുറുക്കന്മാരും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോഴികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കാണാതിരിക്കാണ് ഇത്ര ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ടായത്. വേറെ ഒന്നുമല്ല, അല്ലെങ്കിൽ ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ അടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, കോൺക്രീറ്റ് തന്നെയാണ്. ഇപ്പോൾ ആ ഒരു റൂം മാത്രമാണ് ഇഷ്ടിക ഇട്ടിട്ടുള്ള അടിയിൽ ടൈല്, ഓടിൻ്റെ ടൈല്. ഇവിടെ ഒന്നും എല്ലാം കോൺക്രീറ്റ് ആണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു അപ്ഡേറ്റ്, അതായത് ഒരു 4 വർഷത്തിന് ശേഷം ഷെഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, കൂടുതലും എനിക്ക് തോന്നുന്നു പ്രവാസികളാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയാവും ഇതിൻ്റെ അവസ്ഥ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വെച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്ത് ബോറാണ്, കുറേ നേരം ആയല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണോ അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ കാണാൻ എൻ്റെ അടിയിലത്തെ ലിങ്ക് നോക്കിയിട്ട്, കാരണം എനിക്ക് അറിയില്ല, ഓർമ്മയിലില്ല. അപ്പോൾ നിങ്ങളോട് എനിക്ക് അതിന് പറയണമെങ്കിൽ ഞാൻ ആ വീഡിയോ എടുത്ത് കാണേണ്ടി വരും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പുതിയ കോഴികളൊക്കെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. വലിയ കോഴികളെ നോക്കിയിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നല്ല പ്യൂറായിട്ടുള്ള നാടൻ കോഴിനെ വളർത്തുന്നതാണ് ആഗ്രഹം. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും കോഴിനൊക്കെ ഞാൻ കൊണ്ടുവിടും. നാളെ ഇനി മണ്ണുത്തി ഹാച്ചറിയിലൊന്ന് പോയാൽ, മണ്ണുത്തി നമ്മുടെ പ്രൈവറ്റ് ഹാച്ചറി ഉണ്ടല്ലോ, മുമ്പ് നമ്മൾ താറാവിനൊക്കെ എടുത്തിട്ടുണ്ടായി ഹരീന്ദ്രൻ ചേട്ടൻ്റെ, അവിടെ ഒന്ന് പോയി നോക്കണം. അവിടെ നാളെ ബുധനാഴ്ച ദിവസം കോഴിക്കുഞ്ഞുങ്ങളും കോഴിയൊക്കെ വരാൻ വഴിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നാളെ അവിടെ നിന്ന് പോയി എടുത്തിട്ട് വരണം. എന്തായാലും ഇതൊക്കെയാണ് പ്ലാനിങ്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.